മാനവ സംസ്കാരത്തിന്റെ മനോഹരമായ ഘടകങ്ങളെ സംരക്ഷിക്കുന്നതിനും സന്നിവേശിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപം നൽകിയിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ. 2005-ൽ ഹോങ്കോങ്ങിൽ രൂപം കൊണ്ട ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ രജിസ്ട്രേഷനും ഹോങ്കോങ്ങിൽ തന്നെയാണ്. ലോക മാനവ സംസ്കാരത്തിന്റെ മുഖമുദ്രയുള്ള ചലച്ചിത്രങ്ങൾ ലോകത്തിന്റെ കാഴ്ചകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സംഘടനയുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചലച്ചിത്ര കാഴ്ചകളെ സമ്പന്നമാക്കാനുള്ള ശ്രമത്തിലാണ്. എല്ലാവർക്കും ഇടയിലേക്ക് സിനിമയുടെ സംസ്കാരം പ്രചരിപ്പിക്കുകയും ഒപ്പം അനുഭവങ്ങളുടെ, സംസ്കാരത്തിന്റെ, അറിവിന്റെ ഒക്കെ വഴികളിലൂടെ നമ്മെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ. ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ ഇന്ത്യയിലെ പ്രാദേശിക കേന്ദ്രം 2009 സെപ്റ്റംബർ 18 കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തതോടെ കേരളത്തിലും ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ സാന്നിധ്യവും സാമീപ്യവും മലയാളികൾ അറിഞ്ഞു. സെപ്റ്റംബർ 18 മുതൽ 20 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 2009-ൽ കൊച്ചിയിൽ സംഘടിപ്പിച്ചപ്പോൾ ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ കേരളത്തിലെ ഒന്നാമത്തെ ദൃശ്യവിസ്മയമായിരുന്നു അത്. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, കൊച്ചി മേയറായിരുന്ന പ്രൊഫസർ മേഴ്സി വില്യംസ്, ഓസ്കാർ അവാർഡ് നേടിയ സിനിമയായ സ്ലം ഡോഗ് മില്യനെയറിൽ അഭിനയിച്ച ബാലതാരങ്ങളായ അസറുദ്ദീൻ, റൂബിന എന്നിവർ ചേർന്നാണ് ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ ഒന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കൊച്ചിയിൽ തിരികൊളുത്തിയത്. ഉദ്ഘാടന വേദിയിൽ പ്രധാന സാന്നിധ്യമായി ഹംഗേറിയൻ കൗൺസിലറും കൾച്ചറൽ ഡയറക്ടറുമായ ഡോക്ടർ ഇമേയർ ലെയ്സർ, ഹിന്ദി ചലച്ചിത്ര നിർമ്മാതാവ് ആശിഷ് ഖുറേഷി, മിസ് ബേബി തോപ്പിൽ എന്നിവർ പങ്കെടുത്തിരുന്നു. എല്ലാ മതങ്ങളുടെയും പുണ്യഭൂമിയായ കൊടുങ്ങല്ലൂർ ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ 2010-ലെ രണ്ടാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല ഉയർത്താൻ തെരഞ്ഞെടുത്തപ്പോൾ സംഘടനയുടെ പ്രവർത്തന യാത്ര മറ്റൊരു നാഴികക്കല്ല് കൂടി പിന്നിടുകയായിരുന്നു. 2010 മാർച്ച് 25 കൊടുങ്ങല്ലൂർ കോവിലകം ഗോദവർമ്മ വലിയ തമ്പുരാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പ്രേമികൾക്ക് കാഴ്ചയുടെ ജാലകവാതിൽ തുറന്നുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഹാർട്ട് ലൈറ്റ് വീണ്ടും ലോക സിനിമകൾ എത്തിക്കാൻ നേതൃത്വം നൽകി. കൊച്ചിയിലെ കാനൂസ് തിയേറ്ററിൽ ഹാർട്ട് ലൈറ്റ് മൂന്നാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വർണ്ണപ്പകിട്ടോടെ അരങ്ങേറി. കേരളത്തിലെ 3 ലോക ചലച്ചിത്രമേളകൾ, നിരവധി സാംസ്കാരിക വേദികൾ. മൂന്നാമത് ചലച്ചിത്രമേളയിൽ 3-ാം ലോകരാഷ്ട്രങ്ങൾ അഭ്രപാളിയിൽ വിടർന്നപ്പോൾ ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ കേരളത്തിലെ വേരുകൾ ഉറപ്പിക്കുകയാണ് ചെയ്തത്. കാനൂസ് തിയേറ്ററിൽ 7 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്രമേളയിൽ ദരിദ്ര രാഷ്ട്രങ്ങളുടെ സിനിമകളാണ് ഒരു വെല്ലുവിളി പോലെ ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ അഭിമാനത്തോടെ കാഴ്ചവെച്ചത്. തുടർന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ 5 ദിവസം നീണ്ടുനിന്ന് സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയ്ക്ക് ചുക്കാൻ പിടിക്കാനും ഹാർട്ട് ലൈറ്റിന് കഴിഞ്ഞു. 2011-ൽ ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവത്തിലെ മുഖ്യ അതിഥിയും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയുമായ കൽക്കി സുബ്രഹ്മണ്യത്തെക്കുറിച്ച് പ്രസാദ് നൂർനാട് സംവിധാനം നിർവഹിച്ച ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ജീവിതഗന്ധിയായ ഡോക്യുമെന്ററി ചിത്രം ചലച്ചിത്രമേളയുടെ ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു. 2011 ഏപ്രിൽ 30-ന് ചങ്ങമ്പുഴ ഇടപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിൽ ഹാർട്ട് ലൈറ്റ് ഒരു ഗസൽ സന്ധ്യ ഒരുക്കിയിരുന്നു. സംഗീത ചക്രവർത്തിയായിരുന്ന മുഹമ്മദ് റഫിക്ക്
ആദ്യമായി ഒരു ഹിന്ദി ഗാനം മലയാള സിനിമയിൽ ആലപിക്കാൻ അവസരമൊരുക്കിയ സംഗീത സംവിധായകൻ ജിതിൻ ശ്യാമായിരുന്നു ഗസൽ സന്ധ്യയ്ക്ക് നേതൃത്വം നൽകിയത്. 2011 മെയ് 31 എറണാകുളം മഹാരാജാസ് കോളേജുമായി ചേർന്ന് നീർമാതളം പൂത്ത കാലത്തിലേക്ക് മലയാളിയെ കൈപിടിച്ച് നടത്തിച്ചു. മലയാളത്തിന്റെ ആസ്വാദക മനസ്സ് വികസ്വരമാക്കിയ കഥാകാരി മാധവിക്കുട്ടിയുടെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാൻ ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ വീണ്ടും കേരളത്തിൽ വേദി ഒരുക്കുകയായിരുന്നു. നീർമാതളത്തിന്റെ സുഗന്ധം വിശ്വസാഹിത്യത്തിലേക്ക് പ്രസരിപ്പിച്ച മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ. 2011 ജൂൺ മാസത്തിൽ കുട്ടികളോടൊപ്പം കളിയും ചിരിയുമായി വിദ്യാലയമുറ്റത്ത് ഇടവപ്പാതിയുമെത്തി. അറിവിന്റെ അക്ഷരമഴ നനഞ്ഞ് വിജ്ഞാനത്തിന്റെ ഇളം കുളിരിലൂടെ നടന്ന വിദ്യാർത്ഥികളുടെ വിജ്ഞാനവും വിനോദവും സാംസ്കാരിക ഉന്നമനവും ലക്ഷ്യമാക്കി ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് മൺസൂൺ ധമാൽ എന്ന കുട്ടികളുടെ ചലച്ചിത്രമേളയ്ക്ക് കൊച്ചിയിൽ തിരശീല ഉയർത്തിയപ്പോൾ ഹാർട്ട് ലൈറ്റ് അതിന്റെ യാത്രാപഥത്തിൽ മറ്റൊരു നാഴികക്കല്ല് പിന്നിടുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 18 സിനിമകൾ വെള്ളിത്തിരയിലെത്തിച്ച് ഹാർട്ട് ലൈറ്റ് കുട്ടികളുടെ ചലച്ചിത്രമേളയ്ക്ക് വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്നു. ജൂൺ 17, 18, 19 എന്നീ ദിവസങ്ങളിൽ നടത്തിയ കുട്ടികളുടെ ചലച്ചിത്രമേള സാബു കൊളോണിയ രൂപകൽപ്പന ചെയ്ത ലോഗോ മുൻ മന്ത്രി ജോസ് തെറ്റയിൽ പ്രകാശനം ചെയ്തതോടെ സമാരംഭിച്ചു. ഹാർട്ട് ലൈറ്റിന്റെ കർമ്മപഥങ്ങളിൽ കുറിച്ചിടാൻ ഒരു പുത്തൻ അധ്യായമായി മാറി ഈ ചലച്ചിത്രമേള. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയും ഹാർട്ട് ലൈറ്റ് അസോസിയേഷനും ചേർന്ന് മഹാരാജാസ് കോളേജ്, ഭാരതീയ വിദ്യാഭവൻ, ചാവറ കൾച്ചറൽ സെന്റർ എന്നീ സ്ഥലങ്ങളിൽ വെച്ച് നടത്തിയ 3 ദിവസം നീണ്ടുനിന്ന കുട്ടികളുടെ ചലച്ചിത്രമേള കുട്ടികളുടെ മനസ്സിന്റെ വെള്ളിത്തിരയിൽ അനുഭവങ്ങളുടെ വെളിച്ചമായി മാറി. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ എന്ന ചിത്രമായിരുന്നു ഉദ്ഘാടന ചിത്രം. ഇതിലെ മുഖ്യവേഷം ചെയ്ത അന്ധയായ കുട്ടി കുമാരി അസ്ന അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചതോടെ ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി നിർമ്മിച്ച 18 മികച്ച ചിത്രങ്ങൾ വെള്ളിത്തിരയിലെ കാഴ്ചകളായി. ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ ഇന്ത്യൻ പ്രതിനിധിയും സംഘടനയുടെ പ്രസിഡന്റുമായ കെ പ്രകാശ് നേതൃത്വം നൽകിയ മേളയുടെ ചെയർമാൻ പ്രശസ്ത സാഹിത്യകാരൻ KL മോഹനവർമ്മയും ഫെസ്റ്റിവൽ ഡയറക്ടർ ബീനു M ബാലകൃഷ്ണനുമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്കും നമ്മുടെ മൺസൂൺ ധമാലിലേക്ക് സ്വാഗതം. വെൽക്കം ഓൾ മൈ ഫ്രണ്ട്സ് ടു മൺസൂൺ ധമാൽ ഫിലിം ഫെസ്റ്റിവൽ. മേളയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സമന്വയിപ്പിച്ച് ചലച്ചിത്രമേളയുടെ മുഖമുദ്രയായ സിഗ്നേച്ചർ ഫിലിം ഹാർട്ട് ലൈറ്റിനു വേണ്ടി സംവിധാനം നിർവഹിച്ചത് പ്രസാദ് നൂർനാടായിരുന്നു. കാഴ്ചകളുടെ ഈ സമന്വയം മൺസൂൺ ധമാൽ എന്ന മഹാമേളയുടെ പ്രധാന ആകർഷണമായി മാറിയിരുന്നു. ജൂൺ 17 തുടക്കം കുറിച്ച മൺസൂൺ ധമാൽ ജൂൺ 19 ഭാരതീയ വിദ്യാഭവനിൽ നടന്ന സമ്മേളനത്തോടെ സമാപിച്ചു. ചടങ്ങിലെ മഹനീയ സാന്നിധ്യമായി കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ്, മുൻമന്ത്രി ശ്രീ ജോസ് തെറ്റയിൽ, MLA ശ്രീ ഹൈബി ഈഡൻ, കാർട്ടൂണിസ്റ്റ് ശ്രീ ടോംസ് തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ മൺസൂൺ ധമാലിന്റെ സമാപന വേദിയിലെത്തി. ചലച്ചിത്രമേളയുടെ ഭാഗമായി കേരള ചലച്ചിത്ര അക്കാദമിയുടെയും കാർട്ടൂൺ അക്കാദമിയുടെയും സഹായത്തോടെ എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ സഞ്ചരിക്കുന്ന ചലച്ചിത്രമേളയും കാർട്ടൂൺ കളരിയും സംഘടിപ്പിച്ചു. കുട്ടികളിലെ കുരുന്ന് ഭാവനകൾക്ക് ചിറക് നൽകുന്നതായി മാറി ഈ പരിപാടികൾ. മലയാളിയുടെ വായനയും വായനശാലകളും മരിക്കുന്നു എന്ന നിലവിളിക്കുന്ന കേരളത്തിൽ ജൂൺ 19 ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന ശ്രീ PN പണിക്കരെ അനുസ്മരിച്ചു. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രഗത്ഭരായ വ്യക്തികളെ അണിനിരത്തി ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങ് വായനയെയും ഗ്രന്ഥശാലകളെയും നമ്മുടെ നെഞ്ചോട് ചേർത്തുപിടിക്കാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഹാർട്ട് ലൈറ്റ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് അക്ഷരശോഭ നൽകുന്നതായിരുന്നു ഈ ചടങ്ങ്. 2011 നവംബർ 11 മുതൽ 17 വരെ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ മണ്ണിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര കുട്ടികളുടെ ചലച്ചിത്രമേള കൊച്ചിയിൽ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഹാർട്ട് ലൈറ്റ് അസോസിയേഷനാണ്. കൊച്ചിയിലെ തിരഞ്ഞെടുത്ത 7 തിയേറ്ററുകളിലാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കാഴ്ചയുടെ ഈ മഹോത്സവം. ദൃശ്യവിസ്മയങ്ങളുടെ ഈ മാമാങ്കത്തിന് വിജയക്കൊടി പാറിക്കാൻ ഹാർട്ട് ലൈറ്റ് അസോസിയേഷൻ പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു. വ്യക്തമായ കാഴ്ചപ്പാടോടെ, ഉറച്ച കാൽവയ്പോടെ, വ്യക്തമായ തീരുമാനങ്ങളോടെ ഹാർട്ട് ലൈറ്റ് സഞ്ചരിക്കും.
സഞ്ചരിക്കുന്നു. കലയുടെ, സംസ്കാരത്തിന്റെ, വിജ്ഞാനത്തിന്റെ, വിനോദത്തിന്റെ വഴികളിലൂടെ ഇടറാതെ, കാലിടറാതെ. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ ഹാർട്ട് ലൈറ്റിന്റെ പ്രവർത്തനങ്ങളിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സെന്റർ, സാബു കൊളോണിയ വിഷ്വൽ മീഡിയ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സഹകരണവും ഉറപ്പാക്കിയാണ് ഹാർട്ട് ലൈറ്റ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നത്.